ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നേരത്തെ രാഗിൻ റിപ്പോർട്ട് ചെയ്ത ലേക്കർ ഇന്ത്യ എന്ന കമ്പനി അത് ടി വീണയുടെ കമ്പനി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയും ഈ കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ രേഖകളിൽ നിന്നാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ടി വീണയ്ക്ക് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നുള്ളത് നേരത്തെ പൊതുജന മധ്യത്തിൽ ഉണ്ടായിരുന്നില്ല. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ 15,57,414 രൂപയാണ് ഉണ്ടായിരുന്നത്. HDFC ബാങ്കിന്റെ അക്കൗണ്ടിൽ ഈ കമ്പനി ടി വീണയുടെ കമ്പനിയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എക്സാലോജിക്കിന് പുറമെ ടി വീണയ്ക്ക് മറ്റൊരു കമ്പനി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഈ കമ്പനിയുടെ സ്വത്ത്, ഈ കമ്പനിയുടെ അക്കൗണ്ടിലെ പണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 27/5/2026 നടത്തിയ റെയ്ഡിനെ തുടർന്ന് മരവിപ്പിച്ചിരുന്നു. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, എന്താണ് വിശദാംശങ്ങൾ? അതായത് ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. കോഴിക്കോടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പാർട്ണറാണ് ശ്രീമതി വീണ ടി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്ന കാര്യം. അതായത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പാർട്ണറാണ് വീണ ടി. അതുകൊണ്ടാണ് ഇതിന്റെ ഭാഗമായി തന്നെ ആ സ്വത്തുക്കൾ കൂടി മരവിപ്പിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ കൺഫേം ചെയ്യുകയാണ്. അതായത് ആകെ 17 ലക്ഷത്തിന് മുകളിൽ രൂപ വീണയുമായി ബന്ധപ്പെട്ട് ED മരവിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒന്ന് വീണ ടിയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് HDFCയിലെ 1,37,000 രൂപ, അതിന് പുറമെ എക്സാലോജിക്കിന്റെ 25,000 രൂപ, അതിന് പുറമെയാണ് 15 ലക്ഷത്തോളം രൂപ ഈ പറയുന്ന ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. വീണ അതിന്റെ പാർട്ണറാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. എന്തായാലും ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്നത് പുതിയതായി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിനിടയിൽ പുതിയതായി വന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോവുകയാണ്. ഇതൊരു മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. പാർട്ണർഷിപ്പിൽ വീണയുമായി ബന്ധപ്പെട്ട വീണയുടെ ഒരു സുഹൃത്തു കൂടി ഉണ്ട് എന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും വീണയ്ക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട്. വീണ ഇതിന്റെ പാർട്ണറാണ്. വീണയുടെ വീട്ടിൽ നിന്നാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടുന്നത്. അതിൽ നടത്തിയ തുടരന്വേഷണത്തിലാണ് ഇപ്പോൾ 15 ലക്ഷത്തോളം രൂപയും നേരത്തെ ഫ്രീസ് ചെയ്തിരുന്നത്. അങ്ങനെ വീണയുമായി ബന്ധപ്പെട്ട ഏകദേശം 17 ലക്ഷത്തോളം രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണവും ഉണ്ടാകും. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ്. അതിന്റെ രേഖകളും വിശദാംശങ്ങളുമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇതിൽ 15ഓളം പേരുടെ സ്വത്തുക്കൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് ഇപ്പോൾ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതുവരെ അതിൽ 3 എണ്ണം ഈ വീണയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ HDFC ബാങ്കിലെ ആ ലോക്കറും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഈ എക്സാലോജിക്കിന് പുറമെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫ്രീസിംഗ് നടപടികൾ അടക്കം ഇതിന്റെ ഭാഗമായി വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഇതെല്ലാം ഈ പറയുന്ന വീണയിലേക്ക് 2.78 കോടി രൂപ പോയിരിക്കുന്നത് ഈ പറയുന്ന ഇല്ലാത്ത സേവനത്തിനാണ്. പിണറായി വിജയനോടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായി കൊടുത്തതാണ്. ആ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കറിയാം അത് ഒരു പണം നൽകാൻ വേണ്ടി ഉണ്ടാക്കുന്ന എഗ്രിമെന്റ്. സാധാരണഗതിയിൽ ഈ ലേക്കർ എന്ന കമ്പനിയുടെ രണ്ടാമത്തെ ഡയറക്ടർ ആരാണ് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഈ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ആരൊക്കെയാണ് ഈ കമ്പനിയുടെ ക്ലയൻസ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമാക്കുന്ന കാര്യം, ഇതൊരു പാർട്ണർഷിപ്പ് ഫേമാണ്. അതിൽ ഈ പറയുന്നത് പോലെ കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതോടൊപ്പം അതിൽ വീണ ഒരു പാർട്ണറാണ്. വീണയുടെ ഒരു സുഹൃത്തു കൂടി ഉണ്ട് എന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വീണ എന്തായാലും അതിലൊരു പാർട്ണറാണ്. അതോടൊപ്പം ഇതിൽ കരാറ് എന്ന് പറയുന്നത് നിലവിൽ അത്തരം കരാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ആ കരാറില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വീണയ്ക്ക് ലഭിച്ച ഈ 2.78 കോടി രൂപ അതെങ്ങോട്ടൊക്കെ പോയി, അതാണ് മണി ട്രയൽ, അതാണ് ED അന്വേഷിക്കുന്നത്. ആ പണം പോയ വഴിയെ ED അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇടത്തേക്കൊക്കെ തന്നെ പണം പോയിരിക്കാം എന്നെങ്കിൽ അത്തരത്തിലുള്ള ചില നിഗമനങ്ങളിലേക്ക് ED എത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ആ ഫ്രീസിംഗ് ഇനി കണ്ടുകെട്ടൽ നടപടികൾക്ക് മുന്നോടിയായി ആ ഫ്രീസിംഗ് കൺഫേം ചെയ്ത് കിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ED ഈ പറയുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ഒരു അപേക്ഷ വച്ചിരിക്കുന്നത്. ആ അപേക്ഷയുടെ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ EDയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ
കൂടി ലഭ്യമായിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ വീണയുമായി ബന്ധപ്പെട്ട 2 സ്ഥാപനങ്ങൾ ഇപ്പോൾ കുരുക്കിൽ ഉണ്ട്. ഒന്ന് എക്സാലോജിക്, മറ്റൊന്ന് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം. വീണ അതിൻ്റെ പാർട്ട്ണറാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായും ലഭ്യമാകുന്ന വിവരം. വീണയുടെ പേരടക്കം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ വീണയുടെ പേരടക്കം, ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു, എവിടെയൊക്കെയാണ് നിക്ഷേപം നടത്തിയത്, വീണയുടെ നിക്ഷേപം സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകണം. അങ്ങനെ കൂടി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വീണയ്ക്ക് കിട്ടിയ ഈ 2.78 കോടി രൂപയുടെ പങ്ക് ഈ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ടാകണം. അതടക്കമുള്ള കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫ്രീസിംഗ് നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇപ്പോൾ ED അന്വേഷണം നടത്തുന്നു എന്നതാണ് വ്യക്തമാകുന്ന കാര്യം. തീർച്ചയായിട്ടും പുതിയ ഒരു കമ്പനി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ കമ്പനിയുടെ വിവരങ്ങൾ പുറത്തു വന്നത് 27-ാം തീയതി നടത്തിയിട്ടുള്ള റെയ്ഡിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിലാണ്. അപ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. അതൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആണ് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. രാഗിനത്തിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.